ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സാനിയ വ്ലോഗിലേക്കും സ്വാഗതം. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ഹോൾസെയിൽ കടയിൽ നിന്ന് ഇങ്ങനെ ഡിഷ് വാഷിൻ്റെ ജെല്ല് മേടിച്ചിട്ട് നമ്മളത് പകർത്തി അത് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ പ്രില്ല്, വിം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു. അപ്പം കുറച്ചുകൂടെ ലാഭം ഇതാണെന്ന് തോന്നി. ഇപ്പോൾ ഈ രണ്ടെണ്ണം ഞാൻ ഹോൾസെയിൽ കടയിൽ നിന്ന് മേടിച്ചു. ഇപ്പോൾ ഇത് പ്രിൻറ്റ് കിടക്കുന്ന 225 രൂപ, പക്ഷേ എനിക്കത് 200 രൂപയ്ക്ക് കിട്ടി. ഒന്ന് സ്മെല്ല് കളറും കിട്ടാനുള്ളതാണ്, ആ പച്ച കളറും. പിന്നെ ഒന്ന് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള ലായനിയാണ്. അപ്പം നമ്മളിത് കലക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്ലാസ്റ്റിക്കിൻ്റെ ബക്കറ്റോ പാത്രമോ എന്തെങ്കിലും ഉപയോഗിക്കണം. സ്റ്റീലോ അലുമിനിയോ ഉപയോഗിച്ചാൽ അത് കലങ്ങിയെടുക്കാനായിട്ട് പാടാണ്. അപ്പോൾ ആദ്യം ഞാൻ അതിലേക്ക് ലിക്വിഡ് ഉണ്ടാക്കാനുള്ള ജെല്ല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഫോമിലായിട്ട് എടുക്കുന്നത്. ഇതിൽ കൂടെ 3 ലിറ്റർ വെള്ളവും കൂടെ എക്സ്ട്രാ ചേർക്കാമെന്നാണ് അവരതിൽ പറയുന്നത്. പക്ഷേ ഇത് 3 അല്ല, അതിൽ കൂടുതലും ചേർക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ജെല്ല് ഒഴിച്ചതിന് ശേഷം സ്മെല്ലും കളറും കിട്ടാനുള്ള ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചിലർക്കെങ്കിലും ഒരു പേടി കാണും, ഇത് നമുക്ക് കൈകൾക്കൊക്കെ സേഫാണോ, കൈകൾക്ക് പൊട്ടലുണ്ടാവുമോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, ചൊറിച്ചിലുണ്ടാവുമെന്നൊക്കെ. ധൈര്യമായിട്ട് ഉപയോഗിക്കാം, ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്ന കൈകൾക്കൊക്കെ സേഫാണ്, കൈക്കൊന്നും ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നല്ലപോലെ ഇളക്കണം. ഇളക്കുന്നതിലാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ നല്ലപോലെ ഒരു കമ്പ്, കട്ടിയുള്ള എന്തെങ്കിലും സാധനം ഉപയോഗിച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കും. ഞാനിപ്പോൾ ഒരു നല്ല കട്ടിയുള്ള കമ്പ് എടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ ലിറ്ററായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. മൊത്തം 3 ലിറ്റർ വെള്ളം ഒഴിക്കണമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തോരം വെള്ളം ആഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ 1 ലിറ്റർ ആദ്യം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഏരിയയിലേക്ക് ഒരുപാട് വീടുകളിൽ സ്ത്രീകൾ ഇതുപോലെ ഈ അയൽക്കൂട്ടത്തിൻ്റെ വകയായിട്ടുമൊക്കെ ഇതുപോലെ ഡിഷ് വാഷ് ജെല്ല് ഇങ്ങനെ മേടിച്ച് ഇങ്ങനെ ചെറിയ ബോട്ടിലൊക്കെ ആയിട്ട് ബിസിനസ് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനും അവരുടെ കയ്യിൽ നിന്നൊക്കെ നേരത്തെ ഞാനും മേടിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഇത് ഉണ്ടാക്കുന്ന വിദ്യകളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കി. അപ്പോൾ ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് നമുക്ക് വീട്ടിലുണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെ ഞാൻ വീട്ടിലുണ്ടാക്കാൻ തുടങ്ങി. വലിയ മെനക്കെട്ട പണിയൊന്നുമില്ല. ഞാൻ നോക്കിയിട്ട് ലാഭമാണ്, നമുക്ക് എളുപ്പമാണ് ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ചെയ്യുന്ന ദിവസം ഇച്ചിരി പാടുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറേ നാളത്തേന് യൂസ് ചെയ്യാം. എന്തായാലും പ്രില്ലും വിമ്മും ഒക്കെ വാങ്ങിക്കുന്ന വെച്ച് നോക്കുമ്പോൾ വളരെ ലാഭമാണ്. ഇത് നിസ്സാര വിലയുള്ളേ ഉള്ളൂ. 200 രൂപയ്ക്ക് നമുക്കൊരു എന്തായാലും ഒരു 4-5 മാസം യൂസ് ചെയ്യാനുള്ള ലിക്വിഡ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ഞാനിത് വെളിയിൽ വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് വീഡിയോ എടുക്കേണ്ടതുകൊണ്ട് മാത്രമാണ് അകത്ത് വെച്ചത്. നല്ല ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി അകത്ത് വെച്ചിട്ട് ചെയ്യുന്നത്. സാധാരണ വെളിയിൽ വെച്ചിട്ടാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളക്കുന്നുണ്ട്. പിന്നെ ആ ബോട്ടിലിനകത്ത് നിന്ന് പിന്നെയും വെള്ളം ഒഴിച്ച് നല്ലപോലെ കുലുക്കിയെടുക്കാനായിട്ടുള്ള പതയുണ്ട്. ഇനി ഞാനൊരു 5 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്കൊരു ചോർപ്പ് വെച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലാം കുപ്പിയിലേക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ പതഞ്ഞ് നിൽക്കുന്ന കാരണം നമുക്ക് കുപ്പി ഫുള്ളാക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും 3/4 ഭാഗത്തോളം ആക്കിയിട്ടുണ്ട്. തുള്ളി വ്യത്യാസമുള്ളൂ. അതിങ്ങനെ പത നിൽക്കുന്ന കാരണമാണ്. എനിക്കിപ്പോൾ ഇവിടെ 6 ബോട്ടിൽ കിട്ടിയിട്ടുണ്ട്. 5 ബോട്ടിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. കാരണം 2 ബോട്ടിൽ അതിലുള്ളതും 3 ബോട്ടിൽ എക്സ്ട്രാ വെള്ളവും. പക്ഷേ എനിക്ക് 6 ബോട്ടിൽ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയും വെള്ളം ചേർക്കാം. അപ്പോൾ പാത്രം കഴിയുമ്പോൾ നമ്മളൊരു സ്വല്പം ഇതിൽ നിന്ന് എടുത്ത് ഒഴിച്ചിട്ട് ബാക്കി വെള്ളവും കൂടെ ചേർത്താൽ മതി. എന്തുകൊണ്ടും നല്ല തിക്കായിട്ടുള്ള ഫോമാണ്. നല്ല സ്മെല്ലും ഉണ്ട്, നല്ല പതയുണ്ട്. അപ്പം ഇതൊക്കെ മിക്ക ഹോൾസെയിൽ കടയിലും ഇപ്പം ഓൺലൈനിലൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങളൊക്കെ ഇതൊക്കെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഇതൊക്കെ ഒന്ന് മേടിച്ച് ഉപയോഗിച്ച് നോക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.